നാവേറ് തട്ടും, നാവ് കൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരില്ല. കണ്ണേറ് ഇന്നലായിന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. ഇന്നലായിന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ ഫലിക്കോ എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിന് എണ്ണിയത്, അല്ലേ? ഒന്നാമത്തെ വൻ പാപം ശിർക്ക്, രണ്ടാമത്തേടാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സിഹിർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സിഹിർ ചെയ്തൂടെ? പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫിറാവൂലേ? ഒരാൾ കാഫിറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കോ? ഞാൻ സിഹിറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫിറാവോ? ജിന്നുകൾ സഹായിക്കുമെന്ന് മാത്രമല്ല, അവരോട് സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയോ ശിർക്കോ അല്ലെന്നും ജിന്നു ഗ്രൂപ്പ് നേതാവായ ജബ്ബാർ മൗലവി തുറന്നെഴുതി.